ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുക. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള സാമൂഹ്യ രംഗത്തെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫാൻസുകാർക്കും എല്ലാ ശത്രുക്കൾക്കും മെസ്സേജ് അയക്കൂ. എല്ലാവരും അസൂയപ്പെടട്ടെ. TV ഓൺ ചെയ്യൂ പച്ചാളം. ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ട്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറി. ഇത് ഞാനല്ലേ? ഇതെന്താ സീരിയൽ? ഞാനപ്പോ സീരിയൽ അഭിനയിച്ചു. ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ട്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട എന്ന് പറഞ്ഞാൽ തിത്തരികിട. നമസ്കാരം. അതൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. സരോജൻ എങ്ങനെയാ ഈ അവാർഡിൽ താല്പര്യമില്ല? ഇല്ലെന്നോ? കൊള്ളാം. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി 10-25 ലക്ഷം കളഞ്ഞതാ. സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു എണ്ണം ഉണ്ടെന്നോ ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടെന്നോ സത്യമായിട്ട് ഗുരുനാമത്തിൽ എനിക്കറിയില്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. നാണമില്ലേടാ നിനക്ക്? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. പല അവാർഡുകൾക്കും അറിഞ്ഞുണ്ട് നോന്ന് പറയും. പക്ഷെ ഇത് ലഭിച്ച എന്റെ പിന്നിൽ ശക്തി എന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയത് എന്റെ ജനങ്ങളാണ്. സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ തിരി ആട്ടുംകാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞത് എനിക്ക് അവാർഡ് തന്നാലും മാറില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇല്ല എന്നൊക്കെയാണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയൂ. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉരുളല്ലേ ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിട്ടാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവുകയാണ്. ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നുണ്ട്. പത്മഭൂഷൺ വല്ല വിലയുണ്ട്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മമ്മൂട്ടി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നത് അതേ സ്റ്റാൻഡേർഡ് കിട്ടുന്നത്. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. ആരെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈ ഹോട്ടലിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോന്നോ? ഞാൻ ഈ കളിയൊക്കെ ബോംബെയിൽ ഒരുപാട് കളിച്ചതല്ലേ. എന്തായാലും നാട്ടുകാരുടെ ഇടയിൽ എനിക്കൊരു നല്ല മതിപ്പായി അല്ലേ? സംശയമുണ്ടോ? ഈ നാടങ്ങട്ട് ഇളകി മറിഞ്ഞില്ലേ?